കേരളത്തിന്റെ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന മഹാപദ്ധതി വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നു. ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുകയാണ്. ഇന്ന് അർദ്ധരാത്രിയിൽ സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ആ വലിയ കപ്പൽ 300 മീറ്റർ നീളവും 50 മീറ്റർ വീതിയുമുള്ള ഒരു വലിയ കപ്പൽ അത് എത്തുമ്പോൾ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളിലേക്കാണ് ആ കപ്പൽ ചൂളം വിളിച്ച് കടന്നെത്തുന്നത്. നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ സമഗ്ര വിവരങ്ങൾ നൽകാനായി. നൃപൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. റിബൻ, ഏറെ സന്തോഷത്തോടെയാണ് നമ്മൾ ഇന്നത്തെ ഈ ലൈവിൽ നിൽക്കുന്നത്. കാരണം നമ്മുടെ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന മെർസ്ക് എന്ന കമ്പനിയുടെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്ന് നമ്മുടെ വിഴിഞ്ഞത്തേക്ക് ഇന്ന് അർദ്ധരാത്രി എത്തുകയാണ്. മറ്റന്നാൾ രാവിലെ നമ്മൾ അതിനെ തുറമുഖത്തേക്ക് സ്വീകരിക്കുമ്പോൾ കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതുകയാണ് നമ്മൾ. തീർച്ചയായും മനു, നേരത്തെ ഫുട്ബോളിൻ്റെ ആവേശമായിരുന്നു. ഇനി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവേശ നിമിഷങ്ങളാണ് പ്രേക്ഷകരോട് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് മനു. കാരണം കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു നാഴികക്കല്ല് ഏറ്റവും കൂടുതൽ സ്വകാര്യ പങ്കാളിത്തോടു കൂടി സർക്കാരും സ്വകാര്യ പങ്കാളിത്തോട് നടത്തുന്ന ഏറ്റവും വലിയ വികസന പദ്ധതി എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ്. കോടിക്കണക്കിന് രൂപ ചിലവിട്ട് സമയബന്ധിതമായി സർക്കാർ പ്രതിജ്ഞാബദ്ധതയോടുകൂടി നടപ്പിലാക്കിയെന്നാണ്. നേരത്തെ മനു തന്നെ പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്ന തടസ്സങ്ങൾ അതെങ്ങനെ ഒരു സർക്കാർ വലിയ തരത്തിൽ ഈ മുൻ പ്ലാനിങ്ങോടുകൂടി സമഗ്രമായി എതിർപ്പുകളെല്ലാം അവഗണിച്ച് മുൻപോട്ട് പോയി. കാലാവസ്ഥയിലുണ്ടായ ഓഖി, കൊടുങ്കാറ്റ് മുതൽ വന്ന പേമാരി, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അവയെല്ലാം അതിജീവിച്ചാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. മെർക്സിൻ്റെ ലോകത്ത് തന്നെ രണ്ടാമത്തെ കപ്പൽ കമ്പനിയാണ്. അതിൻ്റെ സാൻ ഫെർണാണ്ടോ എന്ന കമ്പനി ഇന്ന് രാത്രിയോടുകൂടി എത്തിച്ചേരും. മുഖ്യമന്ത്രിയാണ് 12-ാം തീയതി കപ്പലിനെ വരവേൽക്കുക. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയും ആ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാന വികസനത്തിൻ്റെ ഒരു പൊൻതൂവൽ തലസ്ഥാന ജില്ലയിൽ മാത്രമല്ല, ഈ പറയുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിവിധ മേഖലയിലുള്ള ഈ കപ്പൽ വ്യവസായവുമായി ബന്ധപ്പെട്ടു, അതോടൊപ്പം തന്നെ കണ്ടെയ്നർ ഈ പറഞ്ഞ തുറമുഖവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാണിജ്യ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുടെയൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ബന്ധപ്പെടൽ സംസ്ഥാനത്ത് കേന്ദ്രീകരിക്കും. തലസ്ഥാന ജില്ലയിൽ വലിയ തരത്തിലുള്ള വികസന കുതിച്ചുചാട്ടം ഉണ്ടാകും. നിരവധി പേർക്ക് മന്ത്രി വി.എൻ. വാസവൻ തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഭാഗമാണ് ഇന്ന് രാവിലെ തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ പങ്കുവച്ചത്. നേരിട്ടുള്ള തൊഴിൽ സാധ്യതയില്ല. ഒരു കണ്ടെയ്നറിന് ശരാശരി 6 തൊഴിലാളികൾ എന്ന നിലയിലേക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്നാണ്. നേരിട്ട് ഉള്ള തൊഴിലവസരങ്ങളെക്കാൾ 10 മടങ്ങ് അവസരങ്ങളായിരിക്കും ആ പ്രദേശത്തുള്ളവർക്കും ജില്ലയിലുള്ളവർക്കും ലഭിക്കുക. ഈ കണ്ടെയ്നറുകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യ ഷിപ്പ് വരുമ്പോൾ തന്നെ ആദ്യമായി ഈ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖത്തെ ഷിപ്പ് വന്ന ചടങ്ങിൽ തന്നെ മുഖ്യമന്ത്രിയാണ് വരവേറ്റത്. പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഏകദേശം 9,000 പേരാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. നേരത്തെ സംഘാടകർ മുൻകൂട്ടി നിശ്ചയിച്ചതിനേക്കാൾ ഇരട്ടി ആൾക്കാരാണ് ആ പരിപാടി കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത്. അത്രയേറെ ആവേശത്തോടെയാണ് വിഴിഞ്ഞം തുറമുഖത്തെ ജില്ലയിലെയും സംസ്ഥാനത്തെയും ജനങ്ങൾ കാണുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ ഒരു സർക്കാർ വളരെ ഇച്ഛാശക്തിയോടുകൂടി ഒരു പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കിയെന്നതാണ്. പാറ ലഭിക്കാനുള്ള തടസ്സമുണ്ടായിരുന്നു. ഇടയ്ക്ക് സമരം വന്നും ഓഖി പോലത്തെ വലിയ കൊടുങ്കാറ്റ് വന്ന് നമ്മുടെ പുലിമുട്ട് തകരുന്ന അവസ്ഥയുണ്ടായി. ഇതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സമയബന്ധിതമായി ഈ പ്രവർത്തനം പൂർത്തിയാക്കുന്നത്. ആദ്യ മദർഷിപ്പ് ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് പറയുമ്പോൾ കൊളംബോയിലാണ് വൻകിട മദർഷിപ്പ്, വലിയ കമ്പനികളുടെ മദർഷിപ്പ് വന്ന ശേഷം ചെറിയ ഷിപ്പുകളിലേക്ക്, വെസലുകളിലേക്ക് മാറ്റി ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന സംവിധാനമാണ്. അത് ഇപ്പോൾ നിലവിൽ കൊളംബോയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അത് ഇനി മുഴുവൻ തിരുവനന്തപുരത്തേക്ക്, വിഴിഞ്ഞത്തേക്ക് വരികയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ തുറമുഖങ്ങളുടെ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ 10-ാം സ്ഥാനത്ത്, ലോകത്തെ 10-ാം സ്ഥാനത്ത് ഈ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ വാണിജ്യ തുറമുഖം എന്ന നിലയ്ക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. ലോകത്തെ 3-ാമത്തെ തുറമുഖം എന്ന രീതിയിലേക്ക് വിഴിഞ്ഞത്തിന് വളരാൻ കഴിയും. അങ്ങനെയാണ് ഭൗതിക സാഹചര്യം. ഏറ്റവും ആഴക്കടലുമായി അടുത്ത് നിൽക്കുന്ന കപ്പലുകൾക്ക് ഏറ്റവും അടുത്ത് തന്നെ കരയോടടുത്ത് ഈ പറഞ്ഞ കണ്ടെയ്നറുകൾ ഇറക്കാനും വാണിജ്യ സംവിധാനങ്ങൾ, വിവിധ ലോകത്തെ രാജ്യങ്ങളിൽ നിന്നുള്ള വൻകിട ഷിപ്പുകൾ. ഈ ഷിപ്പ് തന്നെ 300 മീറ്ററാണ് നീളം വരുന്നത്, 48 മീറ്റർ വീതിയുമുണ്ട്. അതുപോലെ 400 മീറ്റർ അടക്കമുള്ള വലിയ നീളമുള്ള വലിയ കപ്പലുകളാണ് അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. അതിനെ വരവേൽക്കുന്ന ചടങ്ങ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്സവമായി തന്നെ മാറും. കാരണം ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി കാത്തിരിക്കുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന തൊഴിലവസരങ്ങളും വികസനങ്ങളുമൊക്കെ തന്നെയാണ്. അതിനുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസനങ്ങളുണ്ട്. പ്രത്യേക പാത, ഒപ്പം തന്നെ നമ്മുടെ തുരങ്ക റെയിൽവേ പാത,
അങ്ങനെ ഈ കണ്ടെയ്നറുകളെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധിപ്പിക്കാനുള്ള വിവിധ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ ഉണ്ടാകുന്ന വികസനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടമായിരിക്കും. 12-ാം തീയതിയാണ് മുഖ്യമന്ത്രി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ഇന്ന് രാത്രിയോടുകൂടി കപ്പൽ എത്തിച്ചേരുകയും ചെയ്യും. മനു. ശരി, ഓക്കെ, താങ്ക് യു നൃപൻ, താങ്ക് യു. ഏതായാലും ആ കപ്പൽ വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളിലേക്കാണ് ആ കപ്പൽ ഇങ്ങനെ പതിയെ പതിയെ തുറമുഖത്തേക്ക് കടന്നു വരുന്നത്. മുഖ്യമന്ത്രി സ്വീകരിക്കും 12-ാം തീയതി രാവിലെ കപ്പലിനെ. സാൻ ഫെർണാണ്ടോ എന്നാണ് മെർസ്ക് എന്ന് പറയുന്ന ലോകത്തെ 2ാമത്തെ വലിയ ഷിപ്പിംഗ് കമ്പനി. അവരുടെ കപ്പലിന്റെ പേരാണ് സാൻ ഫെർണാണ്ടോ. 300 മീറ്റർ നീളം, 48 മീറ്റർ വീതി, അതാണ് ആ കപ്പലിന്റെ വലിപ്പം എന്ന് പറയുന്നത്. 300 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 1/2 കിലോമീറ്ററിനടുത്ത് നീളമുള്ളൊരു കപ്പലാണ്. അതാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് കടന്നു വരുന്നത്. ഇത്തരത്തിൽ ഇന്ന് ലോകത്ത് ഉപയോഗിക്കുന്ന ഏത് മദർഷിപ്പിനും ഏത് കൂറ്റൻ കപ്പലിനും അനായാസം കടന്നു വരാൻ കഴിയുന്നു എന്ന് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ലോകത്തെ തുറമുഖങ്ങളിൽ 10ാം സ്ഥാനമുണ്ട് വിഴിഞ്ഞം എന്ന് പറയുന്ന നമ്മുടെ ഈ അഭിമാന പദ്ധതിക്ക്. അപ്പോൾ അത് പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ 3ാം സ്ഥാനത്തേക്ക് ഉയരാൻ കഴിയുന്ന ഭൗതിക സാഹചര്യങ്ങളാണ് വിഴിഞ്ഞത്തുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്.